നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കാണുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ കാണുന്ന പോലെ എക്സ്റ്റീരിയർ ലുക്കൊക്കെ അടിപൊളിയായിട്ട് കിഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്ലാഡിങ് ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷൻ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അത് നമുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളർ കോമ്പിനേഷൻ ആയാലും അടിപൊളിയായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ബാൽക്കണി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗേറ്റിൻ്റെ മുകളിൽ വരുന്ന എൻട്രൻസും കാര്യങ്ങളൊക്കെ ഒരു ടെറാക്കോട്ട മെറ്റീരിയലൊക്കെ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടേജ് നമുക്ക് വരുമ്പോഴത്തേക്കും 5 മീറ്റർ റോഡാണ് വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. തൊട്ടടുത്ത് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ പണിതീർന്ന് വരുന്ന ഒരു ഏരിയ. ആൾ താമസമൊക്കെ സുഖമായിട്ട് നമുക്ക് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. മെയിൻ റോഡിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നിരന്ന ഒരു ഭൂമിയിലാണ് നമുക്ക് വീടുള്ളത്. ലോറി സൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കറക്റ്റ് ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നൊരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വീട് നമുക്ക് വരുന്നത്. പുളിയറക്കോണം ജംഗ്ഷൻ്റെ അടുത്തുനിന്ന് ഒരു 1 കിലോമീറ്റർ, പുളിയറക്കോണം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് പുളിയറക്കോണത്ത് കാവിൻപുറം എന്ന സ്ഥലത്താണ് നമുക്കൊരു വീട് വന്നിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വീട് നമുക്ക് കിട്ടുന്നുണ്ട്. വീട് നമുക്ക് വരുമ്പോഴത്തേക്കും 4.5 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. 4 ബെഡ്റൂം നമുക്ക് 4 അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കൂടുതലോട്ട് കിടക്കാം. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. ഫ്രണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു എൻട്രൻസ്, വലിയൊരു എൻട്രൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് നല്ല വിശാലമായ ഒരു എൻട്രൻസ് വന്നിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻട്രൻസ് മുകളിലൂടെ നമുക്ക് ടെറാക്കോട്ട മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ആർച്ച് പോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടൊരു സംഭവം തന്നെയാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നേരെ നമുക്ക് ഫ്രണ്ടിലോട്ട് കിടക്കാം. അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടേജും കാര്യങ്ങളും തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ്. ഇപ്പോൾ 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിലുണ്ട്. ഈ ഒരെണ്ണം നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് ആണ്. കവേർഡ് കാർ പാർക്കിങ്ങിനകത്ത് നമുക്ക് അടിപൊളിയായിട്ട് വലിയൊരു SUV കാര്യങ്ങളൊക്കെ കോമ്പാക്റ്റൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ ഒരു ഫോൾ സീലിംഗ് വർക്കും ഡെക്കറേഷനായിട്ട് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വരുന്നത് കാർ പാർക്കിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ഒരു വ്യൂ ആണ്. സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടേജൊക്കെ നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. ഫ്രണ്ടേജൊക്കെ നല്ല മനോഹരമാക്കി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ നമുക്ക് ഗാർഡൻ്റെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ചെറിയ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. ഈ കാണുന്നതാണ് നമുക്ക് ചെറിയൊരു സിറ്റൗട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സിറ്റൗട്ട് നമുക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ചുറ്റും നോക്കുമ്പോഴത്തേക്കും നമുക്ക് വുഡൻ പാനൽ വരുന്ന ടൈൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയായി മനോഹരമാക്കിയാണ് ഡെക്കറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിറ്റൗട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും 6x4 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റൗട്ടാണ് ഈ കാണുന്നത്. ഇതാണ് ഫ്രണ്ട് ഡോർ. വീടിൻ്റെ പ്ലാവിൻ തടിയിൽ പണിച്ച് ചെയ്ത് തീർത്ത ഒരു ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. നല്ലൊരു എലഗൻറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഒരു ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അടിപൊളി ഒരു വ്യൂ തന്നെയാണ് ഈ ഫ്രണ്ട് ഡോറിന് കൊടുത്തത്. നമുക്ക് നേരെ സിറ്റൗട്ടിൽ നിന്ന് ഫ്രണ്ട് ഡോർ തുറന്ന് ലിവിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയ നമുക്ക് വരുന്നത് 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത്. നല്ല കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസൊക്കെ യൂസ് ചെയ്താണ് ഇത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഫാൻസി ലൈറ്റൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വരുമ്പോഴത്തേക്കും നമുക്ക് സ്ക്വയർ മോഡൽ വരുന്ന ഫോൾ സീലിംഗ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്ന് നമുക്ക് കാണുന്നത് പോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. വൈഡ് റേഞ്ചിലുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിലൊക്കെ നമുക്ക് വാൾ പാനലും കാര്യങ്ങളും യൂസ് ചെയ്ത് അത് കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ഓൾട്രേഷൻ കാര്യം ചെയ്യണമെന്ന് ചെയ്യാമെന്നുള്ള സംഭവം തന്നെയാണ്.
തൊട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു പാർട്ടീഷൻ എന്ന പോലെ തന്നെ മുകളിൽ ഫാൻസി ലൈറ്റിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു പാർട്ടീഷൻ്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നല്ല വുഡൻ വർക്ക് പോലത്തെ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തീർത്തിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഡൈനിങ് ഏരിയയ്ക്കായിട്ട് വരുന്ന വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വീട്ടിലോട്ട് ചെന്ന് കയറി വരുന്ന ആർക്കും തന്നെ ഈ ഒരു ഏരിയ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡൻ പാനലും കാര്യങ്ങളും ബാക്ക് സൈഡിൽ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. തൊട്ട് മുകളിൽ അതിൻ്റെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സെൻസർ മിററും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജാഗർ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 14x10 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചുമരിലെല്ലാം ഒരു വാൾ പെയിൻറ്റ് കാര്യങ്ങൾ നല്ല പ്രീമിയം രീതിയിൽ വരുന്ന വാൾ പെയിൻറ്റും കാര്യങ്ങൾ യൂസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വന്നിട്ടുള്ളത്. ഒരു ഓപ്പൺ മോഡൽ കിച്ചൺ തന്നെയാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അതിൻ്റെ പാർട്ടീഷനായിട്ട് നല്ല മനോഹരമായ ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് അതിൻ്റെ സ്പോട്ട് ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റെല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചൻ്റെ എൻട്രൻസ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ കിച്ചണിലോട്ട് എൻ്റർ ചെയ്യാം. താഴെ ഫ്ലോറിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നോർമലി വരുന്ന ഒരു മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ചുമരിലായാലും തന്നെ ഈ ഒരു ഭാഗത്തായാലും തന്നെ അതിൻ്റെ ചുമരിലെല്ലാം ചെയ്തിരിക്കുന്ന ആ ഒരു മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ എല്ലാം ചെയ്തിട്ടുള്ളത്. മോഡുലർ രീതിയിൽ തന്നെയാണ് കിച്ചൺ എല്ലാം വന്നിട്ടുള്ളത്. 12x12 കിച്ചൻ്റെ ഡയമെൻഷൻ നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു കളർ പാറ്റേണും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും അത് അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു കളർ പാറ്റേൺ തന്നെയാണ് ഈ കിച്ചണിന് കൊടുത്തിട്ടുള്ളത്. മോഡുലർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണിതിട്ടുള്ള സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളും അതിനായിട്ട് പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് കുറച്ചുകൂടെ ഒന്ന് മനോഹരമാക്കുവാനായിട്ട് നമുക്ക് അതിൻ്റെ പ്രൊഫൈൽ ലൈറ്റ് ചാനൽ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ചിമ്മിനി വരാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടിട്ടാണ് നമ്മളിവിടെ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ചിമ്മിനിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല അത്യാവശ്യം വിശാലമേറിയ റൂം തന്നെയാണ് ഈ കാണുന്നത്. നമുക്ക് ഈ വോളും കാര്യങ്ങളും നോക്കുമ്പോൾ പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റും കാര്യങ്ങളും തന്നെയാണ് അതിനാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടോപ്പ് നമുക്ക് ഫോൾ സീലിംഗ് ഉൾപ്പെടെ നമുക്ക് ആ ഒരു പെയിൻറ്റും കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം കാണാൻ നല്ല അട്രാക്റ്റീവായിട്ട് മനോഹരമായിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. അതിൽ ഡെക്കറേഷനായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും വാൾ പാനലൊക്കെ യൂസ് ചെയ്ത് അതിഗംഭീരമായ യൂണിക് ഡിസൈനും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ചുമര്. ഓപ്പോസിറ്റ് നമുക്കൊരു വാർഡ്രോബ്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു വാർഡ്രോബ്സ് തന്നെയാണ് ഈ കാണുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ബാത്റൂം എല്ലാം കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ ഹാൻഡ് റെയിൽസ് മുഴുവൻ തന്നെ നമുക്ക് വുഡനും അതുപോലെ തന്നെ സ്റ്റീലും വെച്ചിട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് താഴത്തെ ഇത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മാറ്റ് ഫിനിഷ് ആയ ഗ്രാനൈറ്റ് പോലത്തുള്ള ഒരു ഇതാണ് നമുക്ക് സ്റ്റെപ്പിലെല്ലാം നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ നമുക്ക് നോക്കാം പ്രീമിയം രീതിയിലുള്ള ആ ഒരു പെയിൻറ്റും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് തന്നെ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റും നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ ആണ് നമുക്ക് സ്റ്റെയറിൽ നമുക്ക് കിട്ടുന്നത്. ഒരു എൽ ഷേപ്പ് മോഡൽ ലിവിങ് ഏരിയ തന്നെയാണ്
ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുള്ളത്. കയറി വരുന്ന ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസി വന്നിട്ടുള്ളത്. 20x15 വരുന്ന ഒരു ഹാളാണ് ഫസ്റ്റ് ഫ്ലോറിൽ തന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം, ഒരു ഹാൾ, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 12x10 ഡയമെൻഷൻ എന്ന നല്ല മനോഹരമായ വിശാലമായ റൂമാണ് ഈ കാണുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കഥയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാൾ പാനലൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നല്ല പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൾ സീലിംഗ് വരെ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്താണ് നമുക്ക് തീർത്തിട്ടുള്ളത്. ഒരു മനോഹരമായ യൂണീക്ക് ഒരു ഡിസൈൻ തന്നെയാണ് ഈ കാണുന്നത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് ഫോൾ സീലിംഗ് വർക്കിൽ വന്നിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് നമുക്ക് റൂമിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശാലമായ ഒരു വാർഡ്രോബ്സ് തന്നെയാണ്, രീതിയിലുള്ള ഒരു വാർഡ്രോബ്സ് തന്നെയാണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രോസസ് ഉൾപ്പെടെയാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുന്നെയാണ് നമുക്കൊരു ഫർഗോള മോഡലിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൈറ്റിങ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചത്തിൽ തന്നെയാണ് ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണാൻ പോകുന്നത്. നല്ല വിശാലമേറിയ ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. 20x15 നമുക്ക് റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റിങ് കാര്യങ്ങൾ ഫോൾ സീലിംഗ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് നോക്കുമ്പോഴത്തേക്കും വാൾ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. വലിയൊരു വാർഡ്രോബ്സ് നമുക്ക് ഈ ഒരു റൂമിൽ വന്നിട്ടുണ്ട്. എല്ലാ റൂംസിലും കൊടുത്തിട്ടുള്ള പോലെ തന്നെ അത് വലിയൊരു വാർഡ്രോബ്സ് നമുക്ക് വന്നിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ കാര്യങ്ങളായി ഉള്ള രീതിയിലുള്ള പാറ്റേൺ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. മാറ്റ് ഫിനിഷ് ആയി വരുന്ന ടൈലും കാര്യങ്ങളും ഫ്ലോറിംഗ് ഉൾപ്പെടെ നമുക്ക് ചെയ്താണ് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. 4ാമത്തെ ബെഡ്റൂമാണ്, വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമെല്ലാം ചെയ്തിരിക്കുന്നത്. 15x10 റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രീമിയം രീതിയിലുള്ള കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്കൊരു ചുമരിൽ നിന്ന് നമുക്ക് ഫോൾ സീലിംഗ് വരെ നമുക്ക് കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫോൾ സീലിംഗിൽ നമുക്ക് ഡെക്കറേഷനായിട്ട് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് ചാനലും ആണ് കൊടുത്ത് നല്ല കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ളത്. ആ സൈഡിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് വാൾ പാനലും കാര്യങ്ങൾ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. എ സി പോയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്താണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ വാർഡ്രോബ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ചെറുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം വന്നിട്ടുള്ളത്. ടൈലിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുണ്ട്. ചെറുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് ഈ ബാത്റൂം ഫിറ്റിങ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത ഈ ഒരു റൂമിൽ നിന്നാണ് നമുക്ക് ബാൽക്കണി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാൽക്കണിയിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമായ ഒരു ബാൽക്കണി ഏരിയ തന്നെയാണ്. നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ നമുക്ക് വീട് പണി നടന്നു വരുന്ന ഒരു സ്ഥലമാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ചുമരെല്ലാം തന്നെ നമുക്ക് വുഡ് പാനൽ പോലത്തെ വരുന്ന ടൈലും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ
15x6 ഡയമെൻഷൻ വരുന്ന ഒരു ബാൽക്കണിയാണ് ഇവിടെ വരുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബാൽക്കണിയുടെ ഹാൻഡിൽസ് ഒക്കെ തന്നെ വുഡൻ ഇതെല്ലാം നമുക്ക് വുഡ് വർക്കാണ് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് സ്റ്റീലിൻ്റെ ഇതാണ് പോർഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റീലിൻ്റെ കുറേ ബാർസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഒരു പുറത്തുനിന്ന് നമുക്ക് എലിവേഷൻ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നത്തക്ക രീതിയിലാണ് നമുക്ക് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ബാൽക്കണിയുടെ ഒരു വ്യൂ വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 85 ലക്ഷമാണ്. തികച്ച് നെഗോഷ്യബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ്, നല്ലൊരു ഫെയർ പ്രൈസ് തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ കുറച്ച് വീടിൻ്റെ സെൻറ്റ് സ്ക്വയർ ഫീറ്റിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 4.5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ വരുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് 85 ലക്ഷം, 85 lakhs. അത് തികച്ച് നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കുക.